ഹലോ. അങ്ങനെ രാവിലെ തന്നെ ഞാനും ചേട്ടയും ശിവകുട്ടനും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തേമാങ്കുഴി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ പോകുന്നത്. ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെയും ചേട്ടയുടെയും കല്യാണം നടന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇത്. കുറേ നാളായിട്ട് ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലേറ്റായി പോയി, ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ചെന്ന് വീട്ടിലുള്ള അമ്മേനെയും ചേച്ചീനെയും ഹസ്ബൻഡിനെയും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ കോതമംഗലത്തേക്ക് പോവാണ് കേട്ടോ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അടുക്കള ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഹോം അപ്ലയൻസ് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. നേരെ പോകുന്നത് പിട്ടാപ്പള്ളിയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ചേച്ചിക്കായിട്ടുള്ള വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് AC എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ചൂടിൽ AC ഇല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. കുറേ വർഷമായിട്ട് മേടിക്കണം വിചാരിക്കുന്നു, പെൻഡിങ്ങിലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും മേടിച്ചു കേട്ടോ. അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വീട്ടിലതേ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവക്കുട്ടനെ അവിടെ ആക്കിയിട്ട് അമ്മ ചോറും മീൻ വറുത്തതും കറികളെല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ഫുഡാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയോട്